ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോയ പ്രതിനിധി സംഘങ്ങളെ പ്രധാനമന്ത്രി കാണും. ഈ മാസം 9-നോ 10-നോ ആയിരിക്കും കൂടിക്കാഴ്ച. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, അവർ അവിടെ പോകുന്നു. കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടുണ്ടായി, ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് അത് വ്യക്തമായി മനസ്സിലാക്കുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഏത് രീതിയിലായി, ആ രീതിയിലുള്ള റിപ്പോർട്ടാണോ നൽകുക, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സ്മിത, നിലവിൽ 59 അംഗ സംഘങ്ങളാണ് 33 രാജ്യങ്ങളിലായി സന്ദർശനം നടത്തുന്നത്. 7 ടീമുകളായിട്ടാണ് എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഓരോ രാജ്യത്തും എത്തുന്ന സംഘങ്ങൾ അവിടെ എത്തി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതു ഘട്ടത്തിലാണ് നമ്മൾ അത്തരത്തിലേക്കൊരു ഓപ്പറേഷനുമായി മുന്നോട്ട് പോയതെന്നും പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ള കാര്യവും എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വിശദീകരിക്കുകയാണ്. ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക, ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ മറ്റ് രാജ്യങ്ങളുടെ കൂടി പിന്തുണ തേടുക എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഏതാണ്ട് ഇന്നും ഈ ആഴ്ചയോടുകൂടി സന്ദർശനം പൂർത്തിയാക്കി ഈ സംഘങ്ങളൊക്കെ തന്നെ തിരികെ ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ എത്തിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുക. അത് ഈ 8-ാം തീയതി, 9-ാം തീയതിയോ 10-ാം തീയതിയോ ഒരു കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഓരോ രാജ്യത്തെയും സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഈ പ്രതിനിധി സംഘങ്ങൾ തയ്യാറാക്കും. ആ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ സമർപ്പിച്ചേക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. സ്മിത, ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാനുള്ള ആലോചന കൂടിയുണ്ടല്ലോ, അതിന്റെ തീയതിയിൽ വ്യക്തത വന്നിട്ടുണ്ടോ വിനീത? ഉന്മേഷ്, ഒരുപക്ഷെ ജൂൺ 16 കൂടി പാർലമെന്റ് സമ്മേളനം വിളിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുവെന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് നടന്നതിന് പിന്നാലെ തന്നെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നൊരു ആവശ്യം രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരും വിവിധ സഭകളിലെ പ്രതിപക്ഷ നേതാക്കളാണ്. അവർ ഇത്തരത്തിലേക്കുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അത് പരിഗണിക്കാമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വ്യക്തതകളോ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ വീണ്ടും അത്തരത്തിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറയുന്നത് ഒരു അടിയന്തരമായ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ച് ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് അത് ലോകരാജ്യങ്ങളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം.